നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. പണ്ടൊരിക്കൽ കൈയൊടിഞ്ഞപ്പോ നമ്മുടെ ബംഗാളിലെ പഴയ പെൺപുലി മമതാ ബാനർജി നിലവിളിച്ച് വാവിട്ട് നിലവിളിച്ചാണ്. ഓർമ്മയുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ പലത് പരക്കുന്നുണ്ട്. വീണ്ടും നിലവിളി ശബ്ദം പുറത്തു വരാതെ തലയിടയിൽ മുഖമമർത്തി പൊട്ടിക്കരയുന്ന മമതയാണ് ഇന്നിപ്പോൾ ബംഗാൾ കാണുന്നത്. കാരണം സർവ്വതും പോയി, കൽക്കരി പോലെ കരിഞ്ഞ് ആവിയായി പോയി അല്ലേ? ഇനി ഒന്നുമില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. തൂത്തുവാരി എന്നാണ് കേൾക്കുന്നത്. കാരണം ഇനി ചായ കുടിക്കണമെങ്കിൽ അഭിഷേക് ബാനർജി പോക്കറ്റിൽ നിന്ന് കൊടുക്കണം, കനിയണം. ആരെങ്കിലും മുന്നിൽ കല്യാൺ ബാനർജിയെ കൈവിട്ടു. എന്താണ് സംഭവം? കാരണം മമത വീണ്ടും മമത മൊത്തത്തിൽ തകർന്നു നിൽക്കുകയാണ്. അറിയാലോ, മമതയുടെ ഒപ്പം ഉണ്ടായിരുന്ന 80 MLA-മാര് 60 പേര് സമ്പ്രദായക്കൊപ്പം, പിന്നെ 28 MP-മാരിൽ 20 പേര് BJP-ക്കൊപ്പം ചേർന്ന് പുതിയൊരു പാർട്ടിയിൽ ചേക്കേറി NDA-യെ പിന്തുണയ്ക്കും. കൽക്കട്ട ഹൈക്കോടതിയിലൊന്നും പോയിട്ടൊരു കാര്യമില്ല. ഈ മമത ഇപ്പോ കേസ് ഈ 60 MLA-മാര് പോയതിനെതിരെ അവരെ പ്രതിപക്ഷ നേതാവായിട്ട് മമതാ ബാനർജി സ്പീക്കർ അംഗീകരിച്ചതിനെതിരെയൊക്കെ ഹർജിയുമായിട്ട് പോയി. കോടതി പറഞ്ഞത് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേ ചെയ്യാനുള്ള സ്റ്റാൻഡ് ഇല്ല അതിനകത്ത്. ഈ എന്താ പറയട്ടെ, എന്തെങ്കിലും ഒരു ഗ്രൗണ്ട്സ് വേണ്ടേ? കോടതി വിസമ്മതിച്ചു. അപ്പൊ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതായത് ജനം, നമ്മളൊക്കെ ഇപ്പോ രാഷ്ട്രീയമായി മമതയെ ആരെങ്കിലും BJP-യോ കോൺഗ്രസോ CPM-ഓ ഒക്കെ വേട്ടയാടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് രാഷ്ട്രീയ വേട്ടയല്ല, ഇത് ജനം പരിപൂർണമായിട്ട് അവരെ കൈയൊഴിഞ്ഞു തിരസ്കരിച്ചിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് വലിയ തിരിച്ചടി മമതയ്ക്ക് കിട്ടി. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ MLA-മാര് പോകുന്നു, MP-മാര് പോകുന്നു, പാർട്ടി തന്നെ, അതായത് ചവിട്ടി നിൽക്കുന്ന നിലം അപ്പാടെ അവരെ കടപുഴക്കിക്കൊണ്ടങ്ങ് തെന്നി മാറുക. നോക്കൂ, നമ്മളിപ്പോ ഇവിടെ ചവിട്ടി നിൽക്കുക, ഈ ഭൂമി, നമ്മുടെ കാൽച്ചുവട്ടിലെ ഭൂമി, കാലിന്റെ അടിയിലെ മണ്ണ് അങ്ങ് തെന്നി മാറുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? വീഴുന്നത് പാതാളത്തിലേക്കാണ്. മമത പാതാളത്തിലേക്ക് വീണിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അത് കേവലം ഈ പറഞ്ഞതുപോലെ ജനങ്ങളെതിരായിട്ട് വോട്ട് ചെയ്തത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ തോറ്റത് മാത്രമല്ല, ഈ MLA-മാര് പോയത് മാത്രമല്ല, MP-മാര് ഉപേക്ഷിച്ചത് മാത്രമല്ല, ഇത്രയും കേസുകൾ ഉണ്ടായത് മാത്രമല്ല, നിരവധി കേസുകളാണ് മമതയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ ഓരോ കേസ് അഭിഷേക് ബാനർജിക്കും മമതയ്ക്കും ഒക്കെ എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ അഴിമതി കേസുകൾ ഒരു പക്ഷേ വശത്ത് നിൽക്കും. ഏറ്റവും പുതിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കൂറുമാറിയ MLA-മാരും MP-മാരും എല്ലാം ചേർന്ന് തൃണമൂല് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അവർ ഈ തൃണമൂലിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് ഏതാണ്ട് ബാങ്കുകൾ അംഗീകരിച്ചിരിക്കും. കാരണം മമതയുടെ കൂടെ 20 MLA-മാരേ ഉള്ളൂ, 60 MLA-മാര് ഋതബ്രതയുടെ കൂടെയാണ്. ആ ഋതബ്രത അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് മമതയെ ഫൂട്ടിയേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാണ് ഋതബ്രത നിൽക്കുന്നത്. ഋതബ്രതയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. പഴയ SFI നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ SFI-യുടെ പേരും പറഞ്ഞ് കിടന്ന് കഷ്ടപ്പെടാനൊന്നും പറ്റില്ല. അദ്ദേഹം ഒരു സുഖലോലുവനാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ, അദ്ദേഹം ജനപ്രതിനിധി തന്നെയാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നയാളാണ്. പക്ഷെ അതിന്റെ പേരിൽ ചുമ്മാ വെറുതെ പോലീസിന്റെ ലാത്തിയടി കൊള്ളാനും പട്ടിണി കിടക്കാനും ഒന്നും അദ്ദേഹം പിന്നെ പ്ലെയിനിൽ പോകേണ്ടിടത്ത് പ്ലെയിനിൽ പോകും, ട്രെയിനിൽ പോകേണ്ടിടത്ത് ട്രെയിനിൽ പോകും, കാറെ പോകേണ്ടിടത്ത് കാറെ പോകും. ഇതിനൊക്കെ പണം വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂല്, അതുകൊണ്ട് ഈ പിന്നെ ഞങ്ങൾക്ക് ഇത് വേണം, തൃണമൂലിന്റെ മുഴുവൻ അധികാരവും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു പ്രശ്നം, ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഏതാണ്ട് 900 കോടിക്കടുത്ത് 876 കോടി രൂപ കിടപ്പുണ്ടെന്നാണ് മൊത്തത്തിൽ. അതായത് അക്കൗണ്ടിൽ പണം കിടപ്പുണ്ട്, സ്ഥിര നിക്ഷേപമുണ്ട്, അങ്ങനെ പലതും ആയിട്ട് കിടക്കും. അപ്പൊ ഈ പണം ഇപ്പോ ഈ ഇതൊക്കെ മാറിയല്ലോ, മമതയുടെ കയ്യിൽ നിന്ന് അധികാരം പോയി, പിന്നെ പാർട്ടിയിലും മമതയ്ക്ക് സ്വാധീനമില്ലാതായപ്പോൾ നേരത്തെ ഒപ്പിട്ട് വെച്ചിരുന്ന ചെക്കുകൾ, അതായത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം, ബാക്കി കൊടുത്ത് മാറ്റാം. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പാർട്ടിക്ക് 1-ാം തീയതി ആവുമ്പോൾ പാർട്ടി ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ചെക്കുകൾ നേരത്തെ ഒപ്പിട്ട് വെക്കും. അങ്ങനെ ഒപ്പിട്ട് വെച്ചിരുന്ന ചെക്കുകള്
പിന്നെ അതിന്റെ പേരിൽ ഇപ്പൊ അവിടെ വലിയ കലഹം നടക്കുക. എന്താ കലഹം എന്നല്ലേ, ഈ മുൻ ഖജാൻജി ഇതിനകത്ത് കയറിയത്, മുൻ ട്രഷറർ ഇങ്ങനെ ഒപ്പിട്ട് വച്ചിരിക്കുകയാണ്, ഇത് ദുരുപയോഗം ചെയ്യും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാങ്കിലേക്ക് കത്തു. ഇതൊന്നും എടുക്കരുത്, ബാങ്കുകാര് ഇതിനെ മരവിപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വരട്ടെ, ആരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്. ഇനിയിപ്പോ സംഭവിക്കാൻ പോണ എന്താണെന്നറിയാമോ, തൃണമൂലിന്റെ ആസ്ഥാനവും മമതയുടെ കയ്യിൽ ഓഫീസേ. ഇപ്പൊ തന്നെ അവിടെ ചില ഓഫീസുകൾ വാടക കൊടുക്കാതെ ഇത്രയും നാള് കഴിഞ്ഞ 15 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അവിടെ നിന്നൊക്കെ അടിച്ചു പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് തൃണമൂൽ. കറങ്ങടാ വെളിയിൽ എന്നും പറഞ്ഞ് അടിയാണ് കൊടുക്കുന്നത്, കുടുംബുടുക്ക് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മുൻ ഖജാൻജി കൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ കൊടുത്തപ്പോ ഇത് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഇനി വരുന്ന ഒരു ചെക്കും പാസ്സാക്കില്ല. ഇനി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ATM ഉപയോഗിച്ച് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് അവർ വളരെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യും ബാങ്ക്. അപ്പോ ഈ പുതിയ ഇവർക്കുണ്ടല്ലോ തൃണമൂല് ഇപ്പൊ പിളർന്ന് 60 MLA മാറി നിൽക്കുകയാണ്, അവർക്കും ആശ്വാസം. കാരണം ചെറിയ തുകയൊന്നുമില്ല, 876 ചില്ലാനം കോടി രൂപയാണ്, ചെറിയ തുകയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് നോക്കണം, ഇതെല്ലാം മമത 15 കൊല്ലം കൊണ്ട് മമത 15 മാത്രമല്ല, 1998, 99 കാലം തൊട്ട് ഏതാണ്ട് 30 വർഷം കൊണ്ട് മമത ചോര നീരാക്കി ഉണ്ടാക്കിയ മമതയുടെ ജീവിതത്തിന്റെ പ്രതിഫലമാണ് ആ കിടക്കുന്നത്. മമതയുടെ നെഞ്ചു പൊട്ടും അല്ലെ, വളരെ കൃത്യമായിട്ട് അത് മുഴുവൻ അത് ഋതുപ്രതാപ് ബാനർജി കൂട്ടരെ കൊണ്ടുപോകും. കാരണം അവരാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു ഇതൊക്കെ മമത എന്തുകൊണ്ട് കോൺഗ്രസിൽ ലയിക്കാൻ പോയി എന്ന് ഇപ്പൊ മനസ്സിലായി. ഇത് വെറുതെ മമത കോൺഗ്രസ്സുകാരെടുത്ത് സോണിയെടുത്ത് പറഞ്ഞു, അവിടെ എന്റെ 876 കോടി രൂപയുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഇത്ര തരാം, ആ ഫണ്ട് കോൺഗ്രസിൽ ലയിപ്പിക്കാം, നമുക്കൊന്ന് കോൺഗ്രസിൽ ആരായാലും ചാടി വീഴും. ഇവിടെ ചെക്ക് ഇവിടെ കൊടുത്തിരുന്നതും ഒപ്പിട്ടിരുന്നതും ഒക്കെ ഉള്ളതാണ് പ്രശ്നമായത്. അത് വെച്ചുകൊണ്ട് മുൻ ഖജാൻജി കൊണ്ടുപോയി ആപ്പ് വെച്ചു, ഇത് പൈസയൊക്കെ അടിച്ചു മാറ്റും, ഇത് ഇവര് ഇപ്പൊ പാർട്ടിയൊക്കെ ആകെ പിളർന്നിരിക്കേണ്ടതില്ല, ആരാണ് യഥാർത്ഥ തൃണമൂലെന്ന് നിർണയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിപ്പോ ഇതിവിടെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിട്ടൂരം, അതിന്റെ പിന്നാലെ മമത കൽക്കട്ട ഹൈക്കോടതിയിൽ കേസ്, സിംഗിൾ ബെഞ്ച് തള്ളും, അപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളും, നേരെ സുപ്രീം കോടതി. അങ്ങനെ ഇത് വർഷങ്ങളോളം കിടന്നടിക്കാൻ പോവുകയാണ്. മമതയ്ക്ക് എന്തായാലും ഈ 876 കോടിയിൽ നിന്ന് ഒരു ചില്ലി പൈസ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഇത്. കാരണം ഇവര് മുൻ ഖജാൻജി പറയണത് എന്താ വെച്ചാൽ, പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്, അവരുടെ വിയർപ്പിന്റെ വിലയാണ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതിനകത്ത് എങ്ങനെയാണ് ഈ പണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം പിരിവ് തന്നെയാണ്. തൃണമൂലിന് സോഡ കമ്പനിക്ക് 2 ഫാക്ടറി ഒന്നുമില്ലല്ലോ, അതെ ഫാക്ടറി ഉണ്ടാക്കി അതവിടെ നിന്ന് നടത്തുന്ന ഉൽപാദനത്തിന്റെ ലാഭമൊന്നും അല്ലല്ലോ, ഇത് മുഴുവനും ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കിയതല്ലേ, തിരിച്ചതല്ലേ, അത് വേറെ, പഞ്ചായത്ത് വിളിച്ച് അത് കോടികൾ വേറെ, അത് വാങ്ങിച്ച കാശാണ്, അത് ജനങ്ങളെ വരട്ടി വാങ്ങിച്ച കാശ് അവസാനം തിരിച്ചു കൊടുത്തു കുറെ. അത് ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലായപ്പോ കൊടുത്തതാണ് കേട്ടോ കുറെ. ഇരിക്കട്ടെ, അപ്പൊ ഈ ഒപ്പിട്ട ചെക്കുകളുടെ കഥ വേണം, ഈ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയണം, എങ്കിലേ അത് പൂർത്തിയാവും. അതായത് TMCയുടെ ട്രഷറിയിൽ എത്രയുണ്ടെന്ന് അറിയണം. ബാങ്ക് അക്കൗണ്ടിൽ 625.79 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് 250.77 കോടി രൂപ. ഫിക്സഡ് ഡെപ്പോസിറ്റ് വിട്ടിരിക്കുന്നത് അതിന്റെ പലിശയും കിട്ടും. അങ്ങനെ ആകെ നിക്ഷേപം 876.57 കോടി രൂപ. 876 കോടി രൂപയാണ് കിടക്കുന്നത്. കൂടാതെ 50 കോടിയുടെ ചെക്കുകളും 31 ലക്ഷത്തിലധികം രൂപയും അല്ലാതെ. ഏതായാലും ഈ 876.57 കോടി രൂപ ബാങ്ക് മരവിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. മിക്കവാറും നാളെ നേരം എടുക്കുമ്പോഴത്തേക്കും നടപടികളെല്ലാം പൂർത്തിയാക്കി. ഒരു നടപടി ആരംഭിച്ചു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ തന്നെ ചെന്ന് ചെക്കുമായിട്ട് പൈസ വാങ്ങാൻ പറ്റത്തില്ല, ഇനിയിപ്പോ പോയാലും കിട്ടില്ല.
മമത ഒരു വഴിക്കായി. അതിന്റെ അർത്ഥം ബംഗാളിൽ നിന്ന് വരാൻ ബംഗാളിൽ നിന്ന് മമത നാട് വിടുന്നതാണ് നല്ലത്. ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പാർട്ടി ആസ്ഥാനമാണ്. പാർട്ടിക്ക് സ്വന്തമായിട്ട് സ്ഥാപന രംഗം വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഋതപ്രത കൊണ്ടുപോകും. ഋതപ്രതയും മറ്റേ സാബുവും കൂടെ കൊണ്ടുപോകും. സന്ദീപ് സാബുവും കൊണ്ടുപോകും. അവരാണ് യഥാർത്ഥ പാർട്ടി, അവരാണ് യഥാർത്ഥ മറ്റേ 20 എംപിമാരും BJP കൊണ്ടുപോകും. അവരിനിയിപ്പോ എന്തായാലും അവകാശവാദം പറഞ്ഞ് ഇങ്ങോട്ട് വരും. അവര് അവരുടെ വഴിക്ക് പോയി. അത് പാർലമെന്റില്ല. അവിടെ ഇനി പണിയൊന്നും നടക്കില്ല. അവിടെ വളരെ കൃത്യമായിട്ട് ഔദ്യോഗികമായി രേഖാമൂലം അവർ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. 20 പേര് ഹാജരായി. അവര് പുതിയ പാർട്ടിയിൽ ചേക്കേറുകയും ചെയ്തു. പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. അതിന്റെ ഡീറ്റെയിൽസും സ്പീക്കർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. മമത എല്ലാ തരത്തിലും മമതയെ കൂട്ടി. ഇടം വലം തിരിയാൻ പറ്റാതെ മമത കൂട്ടില്ല. മമത കൂട്ടിലിട്ട മൃഗത്തെ പോലെ ആയിക്കുന്നു. ഇനി മമതയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ആയി ഇനി കോൺഗ്രസിൽ ലയിക്കാമെന്ന് പറഞ്ഞ് ചെന്ന പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് മമതയുടെ കള്ളപ്പണമുണ്ട്, ഹവാല പണമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ മറ്റേ ഐപാക്കിന്റെ ഓഫീസ് റെഡി ചെയ്യാൻ പോയപ്പോ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയില്ല ED വന്നപ്പോൾ. അപരായ മമത ആർക്കും വേണ്ട. പക്ഷെ ഈ പറഞ്ഞതുപോലെ അനധികൃതമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കോൺഗ്രസിലോ മറ്റോ ഒക്കെ കയറാം. ഇത് അക്കൗണ്ടബിൾ മണിയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ആർക്കാണോ ആരുടെ കൂടെയാണോ MLA-മാർ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവരാവും ഔദ്യോഗിക പാർട്ടി. ഇപ്പൊ നമ്മള് മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ, ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിന്റെ അച്ഛൻ ബാൽ താക്കറെ സ്ഥാപിച്ചതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശിവസേന ആമ്പിള്ളേരെ കൊണ്ടുപോയില്ലേ? അതെ. പിന്നെ മുംബൈ കോർപ്പറേഷന്റെ ഭരണം ആരുടെ കയ്യിലാണ്? അതും BJP-യുടെ കയ്യിലേക്ക് കൊടുത്തില്ലേ? അവിടെ ശിവസേന എത്രയോ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന മുംബൈ കോർപ്പറേഷനാണ്. അത് കയ്യിൽ നിന്ന് പോയില്ലേ? മുംബൈ കോർപ്പറേഷൻ പോണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് പോകുന്നു എന്ന് പോലെയാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിന്റെ ബജറ്റിന്റെ അത്രയും വരും മുംബൈ കോർപ്പറേഷന്റെ ബജറ്റ്. അത്ര വലിയ ബജറ്റൊക്കെ ഉള്ള ഒരു തദ്ദേശ സ്ഥാപനമാണ് അത്. അപ്പൊ അത് കയ്യിൽ നിന്ന് പോയി. എല്ലാം ഉദ്ധവ് താക്കറയുടെ കയ്യിൽ നിന്ന് പോയി. സമാനമാണ് മമത. മമത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മമത കെട്ടിപ്പൊക്കി ഓരോ കല്ലും പുറക്കി വെച്ച് കെട്ടിപ്പൊക്കി എടുത്ത പാർട്ടി മമതയുടെ കയ്യിൽ നിന്ന് നല്ല കെട്ടിയൊക്കെ പൊക്കി പെയിന്റൊക്കെ അടിച്ച് നല്ല ഗംഭീര കെട്ടിടമാക്കി. നീ അകത്ത് കയറി താമസിക്കാൻ ചെല്ലുമ്പോഴാണ് ആ ആമ്പിള്ളേർ ഇങ്ങോട്ട് വന്ന് തൊഴിച്ചു പുറത്താക്കും. നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇത്തരം ഒരു ഗതികേട് ലോകത്ത് ആർക്കും വരും. നമുക്ക് സത്യത്തിൽ മമതയോട് സഹതാപം തോന്നും. പക്ഷെ മമത സഹതാപത്തിന് അർഹിക്കുന്നില്ല. എന്താ കാര്യം? 452 BJP പ്രവർത്തകരെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബലിദാനികൾ. അമ്മമാര് പെൺകുട്ടികളെ യുവതികളെ ക്രൂരമായി പീഡിപ്പിച്ച് സന്ദേശ് ഖാനിയിലൊക്കെ നടന്നത് 24 പർഗാനസില്, മാൾഡയില്, മൂർഷിദാബാദില് CPM-കാരോട് എന്താ ചെയ്തത്? BJP-കാരോട് ചെയ്തത് ഒരു പെൺകുട്ടിക്ക് പോലും നീതി കൊടുക്കാൻ പറ്റിയില്ല. അതിക്രൂരമായി പൈശാചികമായി അതിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ്, മമത കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. പക്ഷെ ആ കോൺഗ്രസ്സുകാരോട് മമതയ്ക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ല, യാതൊരു ദയയും കാട്ടിയില്ല. ആ കോൺഗ്രസ്സുകാർ മമത വീണ് കഴിഞ്ഞപ്പോ കോൺഗ്രസ്സുകാരും CPM-കാരും ആഹ്ലാദം നൃത്തം ചവിട്ടുകയായിരുന്നു. അവിടെ സ്വാതന്ത്ര്യം കിട്ടി. അവരുടെ ഓഫീസുകൾ അവർ തിരിച്ചു പിടിച്ചു, അത് തുറന്നു. മറ്റത് എത്രയോ കാലങ്ങളായിട്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുകയാണ്. 2011 ജയിച്ചപ്പോൾ മുതൽ മമതയുടെ വേട്ടയാടലാണ്, തേർവാഴ്ചയാണ്. അതിനെല്ലാം എല്ലാം കൂടിയാൽ കുറയും, അധികമായാൽ അമൃതും വിഷം. മമതയുടെ അട്രോസിറ്റീസിന് കിട്ടിയ ഫലമാണ്, കർമ്മഫലമാണ്. അത് അനുഭവിച്ച് തീർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മമത ഇനി എങ്ങോട്ട് പോയാലും മമതയുടെ ചീട്ട് കീറി, ഒരു സംശയമില്ല. കയ്യിലിരുന്ന പണവും പോയി, പണ്ടവും പോയി, നാണക്കേടും മാനഹാനിയും ബാക്കി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇനി റോഡിൽ കിടക്കേണ്ട അവസ്ഥ. പേരുവഴിയിലായി മമത എന്നുള്ളതാണ്. ഇതിന്റെ ആസ്ഥാനവും കൂടി പോയി കഴിഞ്ഞാൽ തകർച്ച കംപ്ലീറ്റ്.